നമസ്കാരം. അവസാനം കേജ്രിവാൾ തോറ്റിരിക്കുന്നു. ആം ആദ്മി തോറ്റു തൊപ്പിയിട്ടിരിക്കുന്നു. ഡൽഹിയിൽ അവരുടെ ഭരണം അവസാനിച്ചിരിക്കുന്നു. അവർക്ക് കിട്ടിയ തിരിച്ചടി ചെറിയ തിരിച്ചടിയല്ല. ഇന്ത്യയിൽ വലിയ വിപ്ലവം ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ടവർക്ക് വിദ്യുച്ഛക്തിയും വെള്ളവും ആരോഗ്യ ചികിത്സയുമെല്ലാം സൗജന്യമായി കൊടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങിയ ആം ആദ്മിക്ക് അവസാനം ചീട്ട് കൊട്ടാരം പോലെ തകർന്ന് തരിപ്പണമാകേണ്ട ഒരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. അവസാനം വിവരം കിട്ടുമ്പോൾ ഡൽഹിയിലെ 70 സീറ്റിൽ 23 സീറ്റുകൾ മാത്രമാണ് ആം ആദ്മി പാർട്ടി മുന്നിട്ട് നിൽക്കുന്നത്. 47 സീറ്റിൽ BJP യാണ് മുന്നിട്ട് നിൽക്കുന്നത്. കഴിഞ്ഞ 3 തവണത്തെ ഇലക്ഷനിലെ പോലെ കോൺഗ്രസ് വട്ടപൂജ്യമാണ്. എന്നാൽ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ നടന്നിട്ടുണ്ട്. ആം ആദ്മിയുടെ വോട്ട് ഷെയർ ഏറ്റവും കൂടുതൽ തട്ടിയെടുത്തിരിക്കുന്നത് കോൺഗ്രസ് ആണ്. ആം ആദ്മിയും BJPയും തമ്മിലുള്ള വോട്ട് ഷെയർ വ്യത്യാസം എന്ന് പറയുന്നത് 3.09% കോൺഗ്രസിന് 6.6% മേതെ വോട്ട് കിട്ടിയിരിക്കുന്നു. അതിനർത്ഥം ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും കൂടി യോജിച്ചിരുന്നെങ്കിൽ 50%-ലേറെ വോട്ട് കിട്ടുമായിരുന്നു. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം 23 സീറ്റുകളിൽ BJPയുടെ ഇലക്ഷൻ വിജയം തട്ടിത്തെറിപ്പിക്കാൻ ഈ മുന്നണിക്ക് കഴിയുമായിരുന്നു. അതായത് കോൺഗ്രസും ആം ആദ്മിയും കൂടെ ചേർന്നിരുന്നെങ്കിൽ ഡൽഹിയിൽ ഭരണം പിടിച്ചെടുക്കാൻ പറ്റുമായിരുന്നു. എന്നാൽ ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായ ഈഗോ പ്രശ്നമാണ്, അല്ലെങ്കിൽ അവരുടെ സ്ട്രാറ്റജി പ്രശ്നമാണ് BJPക്കെതിരെ ആം ആദ്മിയും കോൺഗ്രസും തമ്മിൽ ഒരുമിച്ച് പോരാടാനുള്ള തടസ്സമായി മാറിയത്. അതിനൊരു തൊട്ട് മുമ്പത്തെ ഹരിയാന ഇലക്ഷനിൽ ശരിക്കും പറഞ്ഞാൽ അവിടെ ആം ആദ്മി പാർട്ടി കുറഞ്ഞ ശതമാനം വോട്ടേ കിട്ടിയിട്ടുള്ളൂ എങ്കിൽ കൂടി അവിടെ ഒരു 10-12 സീറ്റിൽ BJPയെ മറികടക്കാവുന്ന സീറ്റ് കോൺഗ്രസ്സിന് കിട്ടുമായിരുന്നു. ആം ആദ്മി പാർട്ടിയുമായി അവർ തമ്മിൽ ഒരു മുന്നണിയായിരുന്നെങ്കിൽ, ഇന്ത്യ മുന്നണിയാണ് ഹരിയാനയിൽ പ്രവർത്തിച്ചിരുന്നെങ്കിൽ, ആം ആദ്മി പാർട്ടിയും അതേപോലെ മറ്റു പാർട്ടികളും ചേർന്ന് കോൺഗ്രസിൻ്റെ കൂടെ നിന്നിരുന്നെങ്കിൽ തീർച്ചയായും ഹരിയാനയിൽ വിജയമുറപ്പിക്കുമായിരുന്നു. അവിടെ 10 സീറ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയ കോലാഹലമാണ് ഹരിയാനയിൽ അവർ പിൻവലിയാൻ കാരണം. അവർ 5 സീറ്റ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ആം ആദ്മി പാർട്ടി കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുകയും കോൺഗ്രസിന് അധികാരം കിട്ടുകയും ചെയ്യുമായിരുന്നു. എന്നാൽ അതിൻ്റെ തിരിച്ചടിയാണ് ഇപ്പോൾ ആം ആദ്മിക്ക് ഡൽഹിയിൽ ഉണ്ടായിരിക്കുന്നത്. ഡൽഹിയിൽ കോൺഗ്രസിന് 6.37% വോട്ട് കിട്ടുമ്പോൾ ആം ആദ്മിക്ക് 43.52%, അതായത് ഇവർ രണ്ടുപേരും കൂടി ചേരുമ്പോൾ BJPയുടെ 46.63% വോട്ട് വിഹിതത്തെ മറികടക്കാൻ പറ്റുമായിരുന്നു. മാത്രമല്ല ഏകദേശം 23 സീറ്റുകളിൽ നിർബന്ധമായിട്ടും BJPയെ മറികടക്കാൻ ഈ മുന്നണിക്ക് കഴിയും. കാരണം അത്രയും കുറഞ്ഞ വോട്ടിൻ്റെ ഭൂരിപക്ഷം കോൺഗ്രസിന് കിട്ടിയ വോട്ടിനേക്കാൾ വളരെ കുറഞ്ഞ മാർജിനിലാണ് ഈ പ്രദേശം 73 സീറ്റിൽ ആം ആദ്മി തോറ്റത്. ഈ ആം ആദ്മിയും കോൺഗ്രസും കൂടെ യോജിച്ചുകൊണ്ട് ഒരു 70 സീറ്റിൽ 20 സീറ്റ് കോൺഗ്രസിന് കൊടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു 15 സീറ്റ് കോൺഗ്രസിന് കൊടുത്ത് 55 സീറ്റ് ആം ആദ്മി മത്സരിച്ചിരുന്നെങ്കിൽ രണ്ട് പാർട്ടികൾക്കൂടെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കിട്ടിയതിൻ്റെ 45-47 സീറ്റുകളോളം പിടിച്ചെടുക്കുമായിരുന്നു. അതായത് BJP കിട്ടിയ സീറ്റ് കോൺഗ്രസും ആം ആദ്മിയും കൂടി കിട്ടുമായിരുന്നു. എന്ത് ചെയ്യാം? ആം ആദ്മി ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ അവർ ഒറ്റയ്ക്ക് നിന്നാലേ സംഭവം നടക്കുകയുള്ളൂ എന്ന് ഡിക്ലെയർ ചെയ്യും. ഹരിയാന മോഡൽ, ഹരിയാനയിൽ അവർ നടത്തിയ തിരിച്ചടിക്ക്, അതുകൊണ്ടുണ്ടായ കോൺഗ്രസിനുണ്ടായ ക്ഷീണത്തിന് ഡൽഹിയിൽ രാഹുൽ ഗാന്ധി അടക്കം വന്ന് പ്രചരണം കൊഴിപ്പിക്കുകയും ചെയ്തു. നമുക്കറിയാം അവസാന കാലഘട്ടത്തിൽ ആം ആദ്മി പാർട്ടിക്കെതിരെ ഏറ്റവും തിരിഞ്ഞത് അവർക്കെതിരെ ഉണ്ടായ കേസുകളാണ്. കേജ്രിവാൾ മാസങ്ങളായി ജയിലിൽ കിടക്കേണ്ടി വന്നു. സിസോദിയ ജയിലിൽ കിടക്കേണ്ടി വന്നു. മദ്യ കച്ചവടവുമായി ബന്ധപ്പെട്ടുള്ള കമ്മീഷൻ ഇടപാടാണ് അവരെ ജയിലിലടച്ചത്. നമുക്കറിയാം തെലങ്കാനയിൽ ചന്ദ്രശേഖർ റാവുവിൻ്റെ മകളെ കവിതയെ ജയിലിലടപ്പിച്ചത് മദ്യ കച്ചവടവുമായി ബന്ധപ്പെട്ട കേസാണ്, അഴിമതി കേസാണ്. അതിൽ തന്നെയാണ് നമ്മുടെ കേജ്രിവാളും അകത്തായത്, സിസോദിയയും അകത്തായത്. അവിടെ നിന്ന് തുടങ്ങുകയാണ് കേജ്രിവാളിൻ്റെയും ആം ആദ്മിയുടെയും തകർച്ച. അത് കൃത്യമായി പ്ലാനോടുകൂടി അവസാനം നമ്മളെ കേജ്രിവാളിന് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നത് വള്ളിച്ചെരുപ്പുമായി നടന്നിരുന്ന ഗാന്ധിയനായി വന്ന് അണ്ണാ ഹസാരെയുടെ കൂടെ പ്രവർത്തിച്ചിരുന്ന കേജ്രിവാൾ അവസാനം 100 കോടി രൂപ ചെലവഴിച്ച് കൊട്ടാര സദൃശ്യമായ
ഒരു വീട്, മുഖ്യമന്ത്രിയുടെ വീട് നിർമ്മിച്ചത് ആണ് ഏറ്റവും പ്രചരണായുധമായി BJP കണ്ടതും പ്രവർത്തിച്ചതും. അതിനെതിരെ ജനങ്ങളെ ഇളക്കുകയും ഇദ്ദേഹം ഒരു വെറും ഗാന്ധിയനല്ല, ബൂർഷയാണ് എന്ന് പറയുന്ന പ്രചരണം അഴിച്ചുവിട്ടതും എല്ലാ മേഖലകളിലും പുരോഗതി ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിലും, സാധാരണക്കാർക്ക് നീതി ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിലും അവസാനമുണ്ടായത് എന്താണ്? അവസാനമുണ്ടായത് തിരിച്ചടികളുടെ ഘോഷയാത്രയാണ്. ഇത് മാത്രമല്ല, വളരെ ടാക്റ്റ്ഫുള്ളായി കൃത്യമായി പറഞ്ഞാൽ ബഡ്ജറ്റിൽ മധ്യവർഗത്തിന് വേണ്ടി, ഡൽഹിയിലെ ഏറ്റവും കൂടുതൽ മധ്യവർഗമുള്ള ഡൽഹിയിൽ അവരുടെ വോട്ട് പിടിക്കാൻ വേണ്ടി 12 ലക്ഷം വരെ നികുതി ഇളവ് പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് നിർമ്മലാ സീതാറാം എടുത്തുവിട്ട ആയുധം തീർച്ചയായും ഡൽഹിയിലെ വോട്ട് മാറ്റിമറിക്കാൻ കഴിഞ്ഞു. മധ്യവർഗത്തിലെ വോട്ട് തന്നെയാണ് ഒരു പരിധിവരെ ആം ആദ്മിക്ക് തോൽവിക്ക് കാരണമായത് എന്നാണ് ഡൽഹി എന്നുള്ള വിവരങ്ങൾ. എന്തായാലും ആം ആദ്മി തോറ്റിരിക്കുന്നു. ഇന്നലെ വരെ അവർ പറഞ്ഞത് മിനിമം 45 സീറ്റിൽ വിജയിക്കുമെന്നുള്ള കാര്യമാണ് അവർ പങ്കുവെച്ചത്. എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം കൃത്യമാണെന്ന് തെളിയിക്കുന്ന ഒരു വിധിയാണ് ഇത്തവണ ഡൽഹിയിൽ നടന്നത്. നമുക്കറിയാം, മഹാരാഷ്ട്രയിലാകട്ടെ അതേപോലെ ജാർഖണ്ഡിലാകട്ടെ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം കൃത്യമായി വന്നത്. ഹരിയാനയിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നായിരുന്നു പറഞ്ഞെങ്കിലും അവിടെ BJP അധികാരത്തിൽ വന്നു. ഈ വിധത്തിൽ എക്സിറ്റ് പോൾ കൃത്യമായി പ്രവർത്തിച്ച് കൃത്യമായി നേട്ടമുണ്ടാക്കി കൊടുത്ത ഒരു സ്ഥലമാണ് ഡൽഹി. അതായത് ഡൽഹിയിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ കൃത്യതയും അതേപോലെ പ്രവചനവും കൃത്യമായിട്ട് ഉണ്ടായി എന്ന് പറയുന്നതാണ് സത്യം. എക്സിറ്റ് പോൾ ഫലങ്ങളിലെ പ്രവചനം ഒരു പരിധിവരെ ചെറിയൊരു വ്യത്യാസമുണ്ടെങ്കിലും മിക്കവരും പറഞ്ഞത് ശരിയായി വന്നിരിക്കുന്നു. മാത്രമല്ല, ഈ ഇന്ന് ഉണ്ടായിട്ടുള്ള ഫലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഘട്ടങ്ങളിലും കയറിയിറങ്ങി ആദ്യം കുതിച്ചു കയറിയിരുന്ന BJP പിന്നീട് തിരിച്ചു വന്നു 33 സീറ്റ് വരെ താഴേക്കിറങ്ങി. 36 സീറ്റ് വരെ ആം ആദ്മി വന്നു. 2 സീറ്റ് വരെ കോൺഗ്രസ് കയറി ശ്രമിച്ചു. പിന്നെ വീണ്ടും BJP കയറിപ്പോയി, വീണ്ടും താഴേക്ക് വന്നു, പിന്നെയും വീണ്ടും മുകളിലേക്ക് പോയി. അവസാനം BJP കൃത്യമായി വിജയിച്ചിരിക്കുന്നു. അവരുടെ സമുന്നതനായ നേതാവ് കെജ്രിവാൾ തോറ്റു തൊപ്പിയിട്ടിരിക്കുന്നു. ഇത് 8ന്റെ പണി തന്നെയാണ് കൃത്യമായി പറഞ്ഞാൽ ആം ആദ്മിക്ക് കിട്ടിയത്. ഇത് തിരിച്ച് വരിക അത്ര പ്രയാസമുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും പഞ്ചാബിൽ ഇത്തവണ ഇലക്ഷൻ നടന്നപ്പോൾ അവിടെ കോൺഗ്രസ് ആണ് എല്ലാ മേഖലകളിലും ലോക്സഭാ ഇലക്ഷനിൽ വിജയിച്ചിട്ടുള്ളത്. അവിടെയും കൂടി നഷ്ടപ്പെടുകയാണെങ്കിൽ ആം ആദ്മി പാർട്ടി ചരിത്രത്തിൽ മാത്രം രേഖപ്പെടുത്തുന്ന ഒരു പാർട്ടിയായി കഥാവശേഷിക്കും. ഇത് തീർച്ചയായും അഹങ്കാരം കൊണ്ടുണ്ടായ കാര്യമാണ് എന്ന് പറയാൻ പറ്റും. കൃത്യമായി കോൺഗ്രസിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നിന്നിരുന്നെങ്കിൽ നേട്ടങ്ങൾ തീർച്ചയായും ഡൽഹിയിൽ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു എന്ന് വേണം കരുതാൻ. ഒന്നും കൂട്ടിയാൽ 2 രാഷ്ട്രീയത്തിൽ. പക്ഷേ BJPക്കെതിരെയുള്ള മുന്നേറ്റത്തിൽ 1-2 ആക്കാൻ കഴിയുമായിരുന്നു ഇന്ത്യ മുന്നണിക്ക്. അതാണ് അഖിലേഷ് യാദവിൻ്റെ നേതൃത്വത്തിൽ ഉത്തർപ്രദേശിൽ 37 സീറ്റ് വരെ 80 സീറ്റിൽ 37 സീറ്റ് വരെ പിടിച്ചെടുത്തുകൊണ്ട് നേട്ടമുണ്ടാക്കിയത്. അതേപോലെ മഹാരാഷ്ട്രയിൽ ഇതേപോലെ നേട്ടമുണ്ടാക്കിക്കൊണ്ടാണ് BJP മുന്നണിക്കെതിരെ ശക്തമായ തിരിച്ചടി കൊടുത്തത്. ഇതേപോലെ ഒരു മുന്നേറ്റം ഡൽഹിയിൽ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഓരോരുത്തരുടെ ഈഗോ കൊണ്ട് തകരുന്നത് ഇന്ത്യ മുന്നണിയാണ്. ഇന്ത്യ മുന്നണിയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു തിരിച്ചടിയാണ് ഡൽഹിയിൽ ഉണ്ടായത് എന്ന് തീർത്തു പറയാൻ പറ്റും. എന്തായാലും കെജ്രിവാൾ നഷ്ടപ്പെട്ടു. എന്നാൽ അനീഷി മാത്രമാണ് അവരുടെ നേതാവ്, മുഖ്യമന്ത്രി അനീഷി മാത്രമാണ് ജയിച്ചു വന്നത് എന്ന് നമ്മൾ ഓർക്കണം. അനീഷി കെജ്രിവാളിനെ പോലെ ശക്തിയായ നേതാവാണ്. പ്രതിപക്ഷത്തിരുന്നു കൊണ്ടുള്ള അവരുടെ പോരാട്ടം എത്രമാത്രം ഉണ്ടാവും എന്നറിയില്ല. എന്നാൽ വോട്ടിംഗ് ഷെയർ നോക്കിക്കഴിഞ്ഞാൽ BJP പിന്നിലാണ് എന്നുള്ള കാര്യം വളരെ കൃത്യതയാണ്. കോൺഗ്രസും ആം ആദ്മിയും കൂടി ചേർന്നാൽ ഏകദേശം 4% വോട്ട് വ്യത്യാസം പിന്നിലാണ് BJP എന്നുള്ള യാഥാർത്ഥ്യം BJPയെ തുറച്ചു നോക്കിക്കൊണ്ടേയിരിക്കും. കാരണം അവർക്ക് ഏത് സമയത്തും ജനങ്ങളിൽ നിന്ന് തിരിച്ചടി കിട്ടാനും ഒരു തീക്കാറ്റ് വന്നാൽ BJPയെ അവിടെ കടപഴിക്കേറിയാനും അവിടെ ജനങ്ങൾ തയ്യാറാണ് എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് ഈ വോട്ടിംഗ് പാറ്റേൺ, പെർസെൻറ്റേജ് എന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റും. നന്ദി, നമസ്കാരം.